ചില ദിവസങ്ങളിൽ ഈ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം കൊണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് മൊത്തത്തിൽ കുളമായി പോകാറുണ്ട്. അങ്ങനത്തെ ആ ഒരു ചെറിയ കാരണം ആരും ശ്രദ്ധിക്കാതെ പോണ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം എനിക്കുണ്ടായ ഒരു ഇതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അതിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയണത് കേട്ടോ. എന്താണെന്ന് ഫുള്ളായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പൊതുവേ അമ്മയുടെ നിന്ന് കളക്ട് ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യണതല്ലോ. അപ്പോൾ ഇന്നും ഞാൻ അമ്മയുടെ നിന്ന് കളക്ട് ചെയ്തൊരു അമ്മയുടെ കുറേ കാലങ്ങളായിട്ട് ഇരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചിന് ഉടുപ്പ് തുന്നാന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ മെറ്റീരിയൽ ബാക്കിയുണ്ടല്ലോ, എന്നാൽ അത് വെച്ചിട്ട് എനിക്കൊരു എയർലൈൻ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് എടുത്തത്. കൊച്ചിൻ്റെ ഉടുപ്പ് ഞാൻ ചെയ്തിട്ടില്ല, അതിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ബാക്കിയുള്ളതിൽ നിന്ന് എനിക്കൊരു എയർലൈൻ ചെയ്യാൻ വേണ്ടി ഒന്ന് മടക്കിയിട്ട് 4 മടക്കിയിട്ട് വെച്ചേക്കാം കേട്ടോ. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലെ എല്ലാ പാർട്സും സംഭവങ്ങളൊക്കെ നോക്കി അളവും മെഷർമെൻറ്റ്സൊക്കെ കൃത്യമാക്കി എടുത്ത് ചെയ്താലും ചിലപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ശരിയാവില്ല. അതെന്താണെന്നുള്ളത് എനിക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ പറയണത്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. അത് ഏറ്റവും നിസ്സാരമായതും വന്നാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നെനിക്ക് പിന്നെ ഈ മെറ്റീരിയലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര കോട്ടൺ പോലെ തോന്നിയെങ്കിലും ഈ മെറ്റീരിയൽ കോട്ടൺ അല്ല. ഞാനും ഇത് കോട്ടൺ പോലെ ഗ്ലേസിങ് ഉണ്ടെങ്കിൽ കൂടെയും ഇത് കോട്ടൻ്റെ എഫക്റ്റ് ആയിരിക്കും എന്നോർത്തുകൊണ്ടാണ് എടുത്തത്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല. ഇതിന് ചെറുതായിട്ടൊരു നമ്മുടെ ഓർഗൻസയുടെ ഒക്കെ ഒരു വേറൊരു തരം അങ്ങനത്തെ ഒരു ഗ്ലേസിങ്ങും അങ്ങനത്തെ ഒരു ഫീലാണ് ഈ മെറ്റീരിയലിന് കേട്ടോ. അത് പക്ഷെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. തൊടുമയൊക്കെ നമുക്ക് പക്ഷേ അത് കോട്ടൺ പോലത്തെയാണെന്ന് തോന്നും, പക്ഷെ അല്ല. അതെനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതാണ് ഏറ്റവും ഒരു പ്രശ്നമായി വന്നത്. അത് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളത് ഇടുമ്പോൾ നമുക്കത് ഫീലാവും. ആ മെറ്റീരിയൽ കോട്ടണാണ് എനിക്ക് കൂടുതലും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും പിള്ളേരുടെ അടുത്തും ഒക്കെ പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കണ പോലത്തെ മെറ്റീരിയൽ ഇടാൻ പറ്റില്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാനാണ് കൂടുതലും നോക്കുക. നല്ല കോട്ടൺ ഇടുമ്പോഴാണ് നമുക്കൊരു സുഖമായിട്ടൊക്കെ എല്ലാം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല അതുകൊണ്ട്. പിന്നെ എൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്ലിമ്മായിട്ടുള്ള ആളുകൾക്ക് വരെ ഉപയോഗിക്കാം. ഞാൻ ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ നല്ലപോലെ വണ്ണം കുറഞ്ഞ ആളുകൾക്ക് എൻ്റെ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഷോൾഡർ ഒരു 6.25 ഇഞ്ച് എടുക്കണേ. അതുപോലെ കൈക്കുഴിയും ഒരു 7 ഇഞ്ച് എടുക്കും. പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് 8 പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടും. വേസ്റ്റിൻ്റെ അളവ് ഒരു 7 പ്ലസ് 1.5 ഇഞ്ചോ തയ്യൽ തുമ്പിടാം. ഞാനൊരു ലൈനാണ് കട്ട് ചെയ്യണത് കേട്ടോ. ഒരു ലൈൻ ടോപ്പാണ് കട്ട് ചെയ്യണത്. കൈക്ക് ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി നമുക്ക് പോകുമ്പോൾ കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയണത് ഭയങ്കര മോശമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും സങ്കടമായി പോയത്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലോട്ട് അതങ്ങ് വന്നില്ല. കാര്യം ഞാനിപ്പോൾ തയ്യൽ പഠിക്കാനുള്ള ആളാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് തയ്ച്ച് കിട്ടാറുണ്ട്, വലിയ പ്രശ്നത്തിലേക്ക് ആവാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് തൃപ്തിയായില്ല. നമുക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ലേ? ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അത് മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു റീസൺ ഉണ്ട് അതിന്. അതാണ് മെയിൻ കാര്യം. ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം ചെയ്യാനും മൂടില്ലാണ്ടിരിക്കുന്ന ഒരു ദിവസം, ഭയങ്കര ബോറായിട്ടുള്ളൊരു ദിവസം. ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, അങ്ങനെ ഒരു മടി പിടിച്ച പോലത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ വെറുതെ ഇരിക്കാനും തോന്നണില്ല അങ്ങനെ. അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് ഓർത്തപ്പോഴാണ് എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം, യൂട്യൂബിലിടാൻ ഒരു വീഡിയോ എടുത്തേക്കാം. ഒരു ഡ്രസ്സ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇതെടുത്തുകൊണ്ട് മേളിലോട്ട് കയറി പോകുന്നത്. ഞാൻ ഭൂരിഭാഗം ഈ വാർക്കപ്പുറത്ത് ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ താഴെ പോയി എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ളതായിരുന്നുകൊണ്ട് അവരിതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടി നടക്കലും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിരിക്കും കേട്ടോ.
അപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇവർ നമ്മൾ ചെയ്യണതിൻ്റെ താഴെയുള്ള കൊച്ചെന്ന് വെച്ചാൽ ഞാൻ ചെയ്യണതിൻ്റെ ഇടയിൽ എൻ്റെ മേത്തൊക്കെ വന്ന് കയറി ഇരിക്കലും തുണി പിടിച്ച് വലിക്കും, കത്രിക കിട്ടണം, സൂചി നോക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിള്ളേരുകൾ. അപ്പം ഞാനതുകൊണ്ട് വെട്ടാൻ വേണ്ടി മാത്രം അപ്പോഴും സ്റ്റിച്ചിങ്ങിന് എനിക്ക് താഴെ പോകണം. സ്റ്റിച്ച് ചെയ്യണത് ഞാൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി പോട്ടെ, ഉച്ചയ്ക്ക് ഇവർ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഞാനിരുന്ന് സ്റ്റിച്ച് ചെയ്യും. കുറച്ച് സമയം ഞാനും കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒന്നിരുന്ന് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയാണ് പൊതുവേ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികൾ ഇട്ട്. അല്ലാണ്ട് സ്റ്റിച്ചിങ് നടക്കില്ല. കൊച്ചുങ്ങൾ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് മുകളിൽ വന്നിരുന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വെട്ടിയെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ ഒക്കെ തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുണ്ടാവും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ. എപ്പോഴും സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഒരു ടൈം മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇവർ ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ ഇച്ചിരി നേരം ചെയ്യാമെന്ന് ഓർത്ത് വന്നേ. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഇരുന്നതിൻ്റെ പിന്നാലെ തന്നെ പിള്ളേരൊക്കെ എഴുന്നേറ്റായിരുന്നു. ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഞാൻ കുറച്ചധികം സമയം കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ്. ഇരുന്നതിൻ്റെ പിന്നാലെ അവരൊക്കെ എഴുന്നേറ്റു. ഇതിപ്പോൾ ഞാനൊരു സ്ക്വയർ നെക്കാണ് ചെയ്യണേ. അതിനൊരു ക്രോസ് പീസ് വെച്ച് ഇവിടെ ഇങ്ങനെ മറച്ചടിച്ച് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ നിലവിലെ പ്ലാൻ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോണത് കേട്ടോ. പക്ഷെ ഇതെങ്ങനെയാവും എന്നറിയില്ല. ഈ മെറ്റീരിയലിന് ഈ സംഭവത്തിന് ഇത് വെച്ചടിച്ച് വന്നപ്പോൾ തന്നെ ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ഒരു സൈഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ നേരത്തെ എന്തോ ഒരു വശപശക്ക് പോലെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരു സൈഡ് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ നടുമടക്കിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചുളുക്കി കൊടുത്ത് അടിക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ ഡിസൈനിങ്. അപ്പോൾ ചെറിയൊരു ചുളുക്ക് പോലെ ഇങ്ങനെ വരും, നല്ല ഭംഗി അതങ്ങനെ കാണാനായിട്ട്. അതൊക്കെ ഉദ്ദേശിച്ചാണ് ചെയ്തത്. പക്ഷേ ഇതെനിക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവേണ്ട എന്തോ ഒരു പ്രശ്നമുണ്ട്, സെറ്റാവണില്ല എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില നേരത്തെ സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മൂഡില്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. അങ്ങനത്തെ ദിവസങ്ങളിൽ മാക്സിമം സ്റ്റിച്ച് ചെയ്യണത് ഒഴിവാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും നിസ്സാരമായ കാരണമാണ്. പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഇന്ന് ഇച്ചിരി ഒഴിവുണ്ട്, മൂടില്ല എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി സമയം ഒഴിവുണ്ടല്ലോ, എന്നാൽ പിന്നെ പോയി നമുക്ക് സ്റ്റിച്ച് ചെയ്തേക്കാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ സ്റ്റിച്ചിങ്. നമുക്കത് പൂർണ്ണമായിട്ടും ഒരു നല്ല മൂഡിലിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ഇതാണ്. ഇതൊന്ന് ചെയ്തിട്ട് എന്തുമാത്രം അലമ്പായി എന്നുള്ളത് അത് കാണുമ്പോൾ അറിയാം. എനിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണതെന്ന് എനിക്കറിയില്ല, മനസ്സിലാവുമെന്നും അറിയില്ല വീഡിയോയിൽ. പക്ഷെ എനിക്കിത് ഇട്ടിട്ട് ഒട്ടും ശരിയായിട്ടില്ല. സ്റ്റിച്ചിങ് വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്ന ആളാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യണം ഞാനാണ്. പക്ഷെ ഇന്ന് എനിക്ക് മൊത്തത്തിൽ കൈ സ്റ്റിച്ച് ചെയ്തതും ശരിയായിട്ടില്ല, ഒന്നും അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ, ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര കുത്തി തറക്കലാണ്. മേത്തും കൈയും വയറിൻ്റെ അവിടെയും ഒക്കെ ഫുള്ള് ഈ സാധനം കുത്തി തറക്കലായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മൂടുള്ള സമയത്ത് മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക്